തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു ഭാഗത്ത് സജീവമായി നടക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് കേരളത്തിൽ ഇതുവരെ വേരുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തിരുവനന്തപുരത്തെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം. തിരുവനന്തപുരം ഇടതുപക്ഷ മണ്ഡലമാണ്. കേന്ദ്രമന്ത്രി വന്നതുകൊണ്ട് ബി.ജെ.പി ജയിക്കില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ 24-നോട് പറഞ്ഞു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇന്നലെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. രാജീവ് ചന്ദ്രശേഖരനാണ് എൻ.ഡി.എക്ക് വേണ്ടിയിട്ട് മത്സരത്തിൽ രംഗത്ത് ഇറങ്ങുന്നത്. ഏതാണ്ട് സ്ഥാനാർത്ഥികൾ ഉറപ്പായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ്. എൻ.ഡി.എക്ക് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനാണ് മത്സര രംഗത്ത് ഇറങ്ങുന്നത്. എന്താണ്? തിരുവനന്തപുരമാണ് മണ്ഡലം. ഈ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും എനിക്കറിയാം. ഇവിടുത്തെ ഓരോ ആളുകളെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ ഒരു തവണ ഇവിടെ മത്സരിച്ചതാണ്. ഇവിടെ ഒരിക്കലും ഒരു മതത്തെ പ്രത്യേകമായി എടുത്തുകൊണ്ട് സഹായിക്കുന്ന നാട്ടുകാരല്ല ഇത്. എല്ലാ മതങ്ങളും ഒരുപോലെ ജീവിക്കുന്ന നാടാണ്. ബി.ജെ.പി എന്ന പാർട്ടി നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ബി.ജെ.പി കേരളത്തിൽ ഇതുവരെ അവർക്ക് വേര് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നേമത്ത് ഒരു തവണ നിർഭാഗ്യത്തിന് കയറി വന്നു. ഇടതുപക്ഷ ജനാധിപത്യമനുടെ തട്ടകമായ തിരുവനന്തപുരത്ത് നമുക്ക് ജയിച്ചു വന്നേ മതിയാകും. രാജ്യം നമ്മളോട് ആവശ്യപ്പെടുന്ന കടമയാണത്. കേന്ദ്രമന്ത്രി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് അദ്ദേഹം പറന്നിറങ്ങി ഈ കേരളത്തിലെ തലസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ മയക്കിയെടുക്കാമെന്നാണോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് നാട്ടിൽ ജീവിക്കണം. എല്ലാവർക്കും, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന കേരളമില്ലേ? ആ കേരളം നമുക്ക് നിലനിർത്തണം. ആ കേരളത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇന്ത്യയെ കാണുന്നത്. ഇന്ത്യ കൊണ്ടുപോയി ഒരു മതേതരത്വം തകർക്കാൻ വേണ്ടി പോകുന്ന ഭരണാധികാരികളുടെ ആ പ്രതീകമായി ഇവിടെ വരുന്ന ആളുകൾ, അവരെയും അതുപോലെ തന്നെ ചാഞ്ചാടിക്കൊണ്ട് തന്നെ പലപ്പോഴും നിൽക്കുന്ന ഇവിടുത്തെ UDFനെയും ജനങ്ങൾ സ്വീകരിക്കുന്ന അന്നാണ് ധരിക്കുന്നത്. എനിക്കൊരിക്കലും വിശ്വാസമില്ല. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കിയതിൽ അത്ഭുതമെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ T.M. തോമസ് ഐസക്. ശ്രീധരൻപിള്ളയുടെയും PC ജോർജിന്റെയും പേരുകളാണ് നേരത്തെ ഉയർന്നു കേട്ടിരുന്നത്. അനിൽ ആന്റണിക്ക് പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ച് അറിയില്ല എന്ന് PC ജോർജിന് പോലും തോന്നുന്നുവെന്നും ഡോക്ടർ T.M. തോമസ് ഐസക് 24-നോട് പറഞ്ഞു. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ T.M. തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുന്നു. ബി.ജെ.പിക്ക് ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടുണ്ട്, അനിൽ ആന്റണി എന്നൊക്കെയാണ് പറയുന്നത്. PC ജോർജ് വലിയ കലിപ്പിലാണ്. അദ്ദേഹം പറഞ്ഞത് മണ്ഡലം എന്നറിയാത്ത ആളാണെന്നാണ് പറഞ്ഞത്. ഇത് ആന്റണിക്ക് ഗുണമായി മാറുമെന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു അത്ഭുതമാണ്. ഇതുവരെ ചർച്ച ചെയ്യുന്ന ശ്രീധരൻപിള്ള, കുമ്മനം, ചിലർ PC ജോർജ്, അതൊക്കെ വിട്ട് ഇപ്പോൾ PC ജോർജ് വിശേഷണം കൊടുത്തല്ലോ പുതിയ സ്ഥാനാർത്ഥിക്ക്. അതുപോലെ ഒരാളിവിടെ കൊണ്ടു നിർത്തുന്നതിൻ്റെ ഒരു യുക്തി എന്തെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? ഇല്ലില്ല, കോൺഗ്രസുമായിട്ട് ധാരണയൊന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വ്യക്തമാവും. ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ LDFനെ എതിരായിട്ട് ശക്തമായിട്ട് നീങ്ങാനായിട്ട് RSS നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടാവണം. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥികളൊക്കെയാണ് BJP-യിലായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും കുറച്ച് ദിവസം കൂടി കാത്തിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും വിജയപ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവില്ലല്ലോ അല്ലേ? എന്തെന്ന് ഉറപ്പായിട്ട് ജയിച്ചിരിക്കും. രതീഷ് മടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.